ഇതിനാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ നേതാവ് കേരളത്തിൽ നിന്ന് മത്സരിക്കേണ്ട സാഹചര്യം. തീർച്ചയായും അതിൻ്റേതായ ഒരുപാട് ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതിനേക്കാൾ കൂടുതൽ ഇന്ത്യ മുന്നണിക്കും ജനങ്ങളോട് വിശദീകരിക്കാൻ വലിയ പ്രയാസമുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴാണ് ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് വലിയ ചോദ്യം ഉയർത്തിയത്. അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് അവസാനഘട്ടം കേരളത്തിൽ പ്രചാരണത്തിന് പോലും വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവരുടെ പതാക പോലും മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതെല്ലാം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ് ഇന്ത്യ മുന്നണിക്ക് സൃഷ്ടിച്ചത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. CPIയുടെ രാജ്യസഭാ MPയെ ചുമതലയേൽക്കാൻ PP സുനീർ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. PP സുനീർ ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനം ഉറപ്പിക്കേണ്ട, സാന്നിധ്യം അറിയിക്കേണ്ട സന്ദർഭത്തിലാണ് പാർട്ടിയും മുന്നണിയും ഈ ചുമതല അർപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ പരമാവധി വ്യക്തിപരമായി പരിശ്രമിക്കും. കഴിഞ്ഞ 2 തവണത്തെ പാർലമെൻറ്റ് നോക്കിയാലും ഇത്തവണ പ്രതിപക്ഷത്തിന് കൃത്യമായൊരു ആധിപത്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്? തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിലൊരു പ്രതിപക്ഷ പാർട്ടിയോ പ്രതിപക്ഷ നേതാവോ ഇല്ലാത്ത പാർലമെൻറ്റായിരുന്നു. തീർച്ചയായും അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യൻ ജനാധിപത്യം നേരിടുകയും ചെയ്തു. മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ തന്നെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ട് നടപ്പിലാക്കിയ നിയമങ്ങളും അത്തരം നിയമനിർമ്മാണങ്ങളും എല്ലാം തന്നെ ഇന്ത്യൻ ജനതയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള സന്ദർഭമാണ്. ഈ 18ാമത് ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയാണ് ജനാധിപത്യ മതേതര ഇന്ത്യക്ക് നൽകുന്നത്. ആ മുന്നണിയോടൊപ്പം ചേർന്നതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടം ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിയാവുന്നത്ര വ്യക്തിപരമായി സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2019 അങ്ങ് മത്സരിച്ച രാഹുൽ ഗാന്ധി ആണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ്. പക്ഷേ CPMനടക്കം കേരളത്തിൽ വിമർശനമുള്ളത് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നത് അവിടെ തിരിച്ചടിയാണെന്ന് കേരളത്തിലെ നേതാക്കൾ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും ഇത്തവണ പാർലമെൻറ്റിൽ? അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും പ്രാദേശിക രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസം എല്ലാ കാലത്തും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അത്തരം ചില പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം എന്തിനാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ നേതാവ് കേരളത്തിൽ നിന്ന് മത്സരിക്കേണ്ട സാഹചര്യം? തീർച്ചയായും അതിൻ്റേതായ ഒരുപാട് ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതിനേക്കാൾ കൂടുതൽ ഇന്ത്യ മുന്നണിക്കും ജനങ്ങളോട് വിശദീകരിക്കാൻ വലിയ പ്രയാസമുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴാണ് ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് വലിയ ചോദ്യം ഉയർത്തിയത്. അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് അവസാനഘട്ടം കേരളത്തിൽ പ്രചാരണത്തിന് പോലും വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവരുടെ പതാക പോലും മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതെല്ലാം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ് ഇന്ത്യ മുന്നണിക്ക് സൃഷ്ടിച്ചത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും വീണ്ടും അവിടെ വരുമെന്നാണ് അവർ പറയുന്നത്, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരു ഒഴിവാക്കണ്ടേ? കാരണം ഇപ്പോൾ പാർലമെൻറ്റിൽ ആൾറെഡി ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ആധിപത്യമുണ്ട്. അവിടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കിയിട്ടിരുന്നില്ലേ? കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ചില സങ്കുചിതമായ താല്പര്യങ്ങളാണ് നിർഭാഗ്യവശാൽ ദേശീയ നേതാക്കളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആരാണ് എതിർക്കേണ്ടത്, എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഇന്നത്തെ നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് ആശയപരമായ വ്യക്തത കോൺഗ്രസ്സിന് വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് ഈ തീരുമാനങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിൽ രണ്ടഭിപ്രായമൊന്നുമില്ല. എന്നാൽ പലപ്പോഴും ഇടതുപക്ഷം ശക്തമായ മത്സരം സംഘടിപ്പിക്കാൻ വളരെ നേരിയ ഭൂരിപക്ഷത്തിന് പോലും പരാജയപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജയപരാജയങ്ങൾക്കപ്പുറത്ത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖാമുഖം മത്സരിക്കേണ്ട നേതാക്കളാണോ പാർട്ടികളാണോ ഈ മുന്നണികൾ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രിയങ്ക ഗാന്ധിയെപ്പോലെ ഒരു ദേശീയ നേതാവിൻ്റെ ആദ്യ മത്സരം തീർച്ചയായും ഉത്തരേന്ത്യയിലായിരുന്നു, ഉത്തർപ്രദേശിലായിരുന്നു, കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റുകളിലായിരുന്നു സംഘടിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ആദ്യമായി രാജ്യസഭയിലേക്ക് എത്തുകയാണ്. വളരെയേറെ പരിമിതിയുണ്ട്. രാജ്യസഭ MP എന്നുള്ള നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾക്കൊന്നും വലിയ അവസരമൊന്നുമില്ല. ഒരു നിയതമായ പ്രവർത്തന രീതിയും പരിപാടിയുമൊക്കെ ഉള്ള ഒരു പോസ്റ്റാണ് ഈ രാജ്യസഭ MP. എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളോട്, സംസ്ഥാന ഗവൺമെൻറ്റുകളോട് വലിയ രാഷ്ട്രീയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ സാമ്പത്തികമായുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെൻറ് തള്ളിവിടുകയാണ്. അത്തരം രാഷ്ട്രീയ വിവേചനത്തോട് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്കെതിരെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒപ്പം നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ MPമാരോട് ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പരമാവധി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും കേരളത്തിന് വേണ്ടി ശക്തമായ പോരാട്ടം രാജ്യസഭയിൽ നടത്തുമെന്ന് തന്നെയാണ് PP സുനീർ മീഡിയയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അതുൽ സുയൂസിനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.